everyone, welcome back to my channel. ഇന്ന് നമ്മൾ RRB NTPC എക്സാമിൻ്റെ ഷിഫ്റ്റ് അനാലിസിസ് സീരീസിലെ നെക്സ്റ്റ് വീഡിയോ ആണ് കേട്ടോ. 18th മാർച്ചിൻ്റെ സെക്കൻഡ് ഷിഫ്റ്റ് അനാലിസിസ് വീഡിയോ ആണ് ഇത്. ഇതിൽ ഞാൻ ക്വസ്റ്റ്യനും ആൻസറും അതുപോലെ അതിൻ്റെ റിലേറ്റഡ് ഫാക്ട്സും കൊടുക്കുന്നുണ്ട്. നമുക്ക് എക്സാമിന് ഒരുപാട് റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻസും അതുപോലെ റിലേറ്റഡ് ഫാക്ട്സിനെ ബേസ് ചെയ്തിട്ടുള്ള ക്വസ്റ്റ്യൻസും വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അപ്കമിങ് RRB എക്സാംസിന് ഈ വീഡിയോസ് ഹെൽപ്ഫുൾ ആയിരിക്കും. നമുക്ക് എന്തായാലും ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. So the first question is, which rice variety has been developed to be flood tolerant and capable of surviving sudden flash floods? സഡൻ ആയിട്ടുള്ള ഫ്ലാഷ് ഫ്ലഡ്സിനെയൊക്കെ സർവൈവ് ചെയ്യാനും ഫ്ലഡ് ടോളറൻ്റ് ആയിട്ട് ഡെവലപ്പ് ചെയ്ത ഒരു റൈസ് വെറൈറ്റി ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് സ്വർണ സബ് 1. ഏതാണ്? സ്വർണ സബ് 1 ആണ്. ഫ്ലഡ് ടോളറൻ്റ്, ഇതൊരു ക്ലൈമറ്റ് റെസീലിയൻറ്റ് അഗ്രികൾച്ചറിന് എക്സാമ്പിൾ ആണ് കേട്ടോ. എന്താണ്? ക്ലൈമറ്റ് റെസീലിയൻറ്റ് അഗ്രികൾച്ചറിന് എക്സാമ്പിൾ കൂടിയാണ് ഈ സ്വർണ സബ് 1 എന്ന് പറയുന്ന റൈസ് വെറൈറ്റി. ആൻഡ് ഇറ്റ് ക്യാൻ സർവൈവ് അപ് ടു 10 to 14 ഡേയ്സ് അണ്ടർ വാട്ടറിൻ്റെ അടിയിൽ 10 to 14 ഡേയ്സ് വരെ ഈ ഒരു റൈസ് വെറൈറ്റി സർവൈവ് ചെയ്യും. ഓക്കെ, ആൻഡ് ഇറ്റ് ഈസ് ഡെവലപ്ഡ് ബൈ ഇന്റർനാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡെവലപ്പ് ചെയ്യുന്നത് വിത്ത് ഇന്ത്യൻ നമ്മുടെ നാഷണൽ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട്, ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് എവിടെയാണ് സ്ഥിതി ചെയ്യുന്നത്? ഇറ്റ്സ് ഇൻ കട്ടക്ക് അല്ലേ? ഒറീസയിലെ കട്ടക്കിലാണ് ഇന്ത്യൻ റൈസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥിതി ചെയ്യുന്നത്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഇൻ വിച്ച് ഇയർ വാസ് ദ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോഞ്ച്ഡ് ഗ്ലോബലി സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ലോഞ്ച് ചെയ്ത ഇയർ ഏതാണ്? ഇറ്റ്സ് ഇൻ 2015 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് നമ്മൾ ലോഞ്ച് ചെയ്യുന്നത്. ആൻഡ് ഇത് അഡോപ്റ്റ് ചെയ്തത് വാസ് അറ്റ് യുണൈറ്റഡ് നേഷൻസിൻ്റെ ജനറൽ അസംബ്ലിയിൽ വെച്ചിട്ടാണ് നമ്മൾ SDGs അഡോപ്റ്റ് ചെയ്യുന്നത്. നമുക്ക് ടോട്ടൽ എത്ര SDGs ആണ് വരുന്നത്? 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണ്. 2030 ആണ് ടാർഗറ്റ് ഇയർ. ബൈ 2030 നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എത്ര ഗോൾസ് ഉണ്ട്? 17 സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസ് ആണുള്ളത്. ആൻഡ് ഇന്ത്യയിലെ സസ്റ്റൈനബിൾ ഡെവലപ്മെൻറ്റ് ഗോൾസിൻ്റെ നൊഡാൽ ബോഡി, അതായത് ഇതിൻ്റെ ഉത്തരവാദിത്തം, ഇത് നടപ്പിലാക്കാനുള്ള ഉത്തരവാദിത്തം ആർക്കാണ്? നീതി ആയോഗിനാണ് ഉള്ളത്. നമ്മുടെ നീതി ആയോഗിനാണ് ഇന്ത്യയിലെ SDGsൻ്റെ നൊഡാൽ ബോഡി എന്നറിയപ്പെടുന്നത്. നീതി ആയോഗ് ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദ ടൂറിസം ഇൻഡസ്ട്രി പ്രൈമർലി ഫോൾസ് അണ്ടർ വിച്ച് സെക്ടർ ഓഫ് ദി എക്കോണമി? എക്കോണമിയുടെ സെക്ടറുമായിട്ട് റിലേറ്റ് ചെയ്ത് എല്ലാ ഷിഫ്റ്റിലും ആക്ച്വലി ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് അല്ലേ. അപ്പോൾ ടൂറിസം വരുന്നത് ഏതിലാണ്? ടൂറിസം നമ്മൾ പഠിച്ചല്ലേ, സർവീസ് അല്ലെങ്കിൽ ടെറിഷറി സെക്ടറിലാണ്. ടൂറിസം, ഹോസ്പിറ്റൽ, ട്രാൻസ്പോർട്ടേഷൻ, ഇത് എഡ്യൂക്കേഷൻ, ഇതൊക്കെ വരുന്ന ഏതിലാണ്? ടെറിഷറി സെക്ടർ അല്ലെങ്കിൽ സർവീസ് സെക്ടർ ഓഫ് ദി എക്കോണമിയിലാണ് ടൂറിസം വരുന്നത്. ആൻഡ് ഓൾസോ നമ്മൾ ഇതായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് ക്വസ്റ്റ്യൻസ് ഇപ്പം തന്നെ ഡിസ്കസ് ചെയ്തു. എന്നാലും ഏറ്റവും ഹയസ്റ്റ് GDP കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതും ഏതാണ്? ടെറിഷറി സെക്ടറാണ് അല്ലേ. ഇന്ത്യയിലെ ഏറ്റവും ഹയസ്റ്റ് ആയിട്ട് GDPയിലോട്ട് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നത് ഏത് സെക്ടറാണ്? ഇറ്റ്സ് ടെറിഷറി സെക്ടർ. പക്ഷേ വർക്കർ പാർട്ടിസിപ്പേഷൻ റേറ്റ് നോക്കിയാൽ, അതായത് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത് ഏത് സെക്ടറിലാണ്? ഇറ്റ്സ് ഇൻ വർക്കർ പാർട്ടിസിപ്പേഷൻ റേറ്റ് നോക്കുമ്പോൾ ഇറ്റ്സ് ഇൻ പ്രൈമറി സെക്ടർ. ഓക്കെ, പ്രൈമറി സെക്ടറിലാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ വർക്ക് ചെയ്യുന്നത്. എന്നാൽ GDPയുടെ കോൺട്രിബ്യൂഷൻ വരുമ്പോൾ ഇറ്റ്സ് ഇൻ ടെറിഷറി സെക്ടർ. ഓക്കെ, ആൻഡ് ഓൾസോ ഈ പ്രൈമറി സെക്ടറിലാണ് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് ചോദിക്കാറുണ്ട് കേട്ടോ. നമുക്കത് ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് കാണപ്പെടുന്നത് പ്രൈമറി സെക്ടറിലാണ് കേട്ടോ. ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് ആവശ്യത്തിലും അധികമായിട്ട് ലേബേഴ്സിനെ നമ്മളതിൽ എംപ്ലോയ് ചെയ്തിട്ടുണ്ട്, പക്ഷെ എന്നാൽ അതിനൊത്ത ഒരു പ്രൊഡക്ടിവിറ്റി, ഒരു മാർജിനൽ പ്രൊഡക്ടിവിറ്റി ഈ ലേബേഴ്സ് ഉണ്ടാക്കുന്നില്ല. അതിനെയാണ് നമ്മൾ ഡിസ്ഗൈസ്ഡ് അൺഎംപ്ലോയ്മെൻ്റ് എന്ന് പറയുന്നത്. ഇത് കാണപ്പെടുന്നത് ഏത് സെക്ടറിലാണ്? പ്രൈമറി സെക്ടറിലാണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കി. വിച്ച് മേജർ ഇന്ത്യൻ ഫ്രീഡം മൂവ്മെൻറ്റ് വാസ് സസ്പെൻഡഡ് ആസ് എ റിസൾട്ട് ഓഫ് സൈനിങ് ഗാന്ധി ഇർവിൻ പാക്ട് ഓഫ് 1931? ഗാന്ധി ഇർവിൻ പാക്ട് സൈൻ ചെയ്തതിൻ്റെ ഭാഗമായിട്ട് ഏതൊരു മേജർ ഫ്രീഡം മൂവ്മെൻ്റ് ആണ് നമ്മൾ സസ്പെൻഡ് ചെയ്തത് അല്ലെങ്കിൽ നിർത്തിവെച്ചത്? ഇറ്റ് വാസ് സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്, CDM അല്ലെ, സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെൻറ്റ്. 1930 സാൾട്ട് മാർച്ചിൻ്റെ കൂടെ അല്ലെങ്കിൽ ദണ്ഡി മാർച്ചിൻ്റെ കൂടെ സ്റ്റാർട്ട് ചെയ്ത
സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് ആണ് നമ്മൾ 1931 ഹാൾട്ട് ചെയ്യുന്നത് ആസ് എ പാർട്ട് ഓഫ് ഗാന്ധി ഇർവിൻ പാക്ട്. ഓക്കെ, ആൻഡ് ഓൾസോ ഈ ഗാന്ധി ഇർവിൻ പാക്ടിന്റെ ഭാഗമായിട്ട് ഇത് ഈ ഒരു 1931 ഹാൾട്ട് ചെയ്തെങ്കിലും ഇത് വീണ്ടും ജാനുവരി ഓഫ് 1932 നമ്മൾ റെസ്യൂം ചെയ്തു കേട്ടോ. 1932 ഓഫ് ജാനുവരിയിൽ CDM മൂവ്മെന്റ് നമ്മൾ വീണ്ടും റെസ്യൂം ചെയ്യുന്നു. ആൻഡ് ഫൈനലി ബൈ ഏപ്രിൽ 1934, ഓക്കെ, ഏപ്രിൽ 1934 സിവിൽ ഡിസൊബീഡിയൻസ് മൂവ്മെന്റ് നമ്മൾ എന്താ കംപ്ലീറ്റ് ആയിട്ടും വിഡ്രോ ചെയ്യുന്നത് 1934 കേട്ടോ. അപ്പൊ ഇയേഴ്സ് എല്ലാം ഒന്ന് ഓർത്ത് വെച്ചിരിക്കുക. 1930 അത് സ്റ്റാർട്ട് ചെയ്തു. ദെൻ 1931 ഗാന്ധി ഇർവിൻ പാക്ടിന്റെ ഭാഗമായിട്ട് അത് നമ്മൾ ഹോൾട്ട് ചെയ്തു, നിർത്തിവെച്ചു. ദെൻ ഇൻ 1932 വീണ്ടും നമ്മൾ റെസ്യൂം ചെയ്യുന്നു. ആൻഡ് ഫൈനലി 1934 ഇത് കംപ്ലീറ്റ്ലി വിഡ്രോ ചെയ്യുന്നത്. ഓക്കെ, ആൻഡ് 4 കീ ക്ലോസസ് ഏതൊക്കെയായിരുന്നു? ഈ നമ്മുടെ അന്നത്തെ വൈസ്രോയി ആയിരുന്ന ലോർഡ് ഇർവിനും മഹാത്മാഗാന്ധിയും കൂടി സൈൻ ചെയ്തൊരു അഗ്രിമെന്റ് ആണ് ഇത് ഗാന്ധി ഇർവിൻ പാക്ട് എന്ന് പറയുന്നത്. അപ്പൊ ഇതിലൊരു 4 കീ ക്ലോസസ് ഏതൊക്കെയാണെന്ന് നോക്കാം. ദി ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് നമ്മുടെ സസ്പെൻഷൻ ഓഫ് സിവിൽ ഡിസൊബീഡിയൻസ് ആണ്. ദെൻ റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്, ബ്രിട്ടീഷേഴ്സ് പ്രിസണേഴ്സ് ആക്കി വെച്ചിരുന്നവരെ റിലീസ് ചെയ്യുക, റിലീസ് ഓഫ് പൊളിറ്റിക്കൽ പ്രിസണേഴ്സ്. ദെൻ കംസ് ദ പ്രൊഡക്ഷൻ ഓഫ് സാൾട്ട്, നമ്മുടെ സാൾട്ട് മാർച്ചുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് നമുക്ക് ഡൊമസ്റ്റിക്കലി പ്രൊഡക്ഷൻ ഓഫ് സാൾട്ടിനുള്ള അലോവൻസ് തരികയായിരുന്നു ഗാന്ധി ഇർവിൻ പാക്ട് വഴി. ആൻഡ് ഓൾസോ പാർട്ടിസിപ്പേഷൻ ഇൻ റൗണ്ട് ടേബിൾ കോൺഫറൻസ്, INC ഇന്റർനാഷണൽ കോൺഗ്രസ് റൗണ്ട് ടേബിൾ കോൺഫറൻസിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അവർക്ക് അലോ ചെയ്തത് ഗാന്ധി ഇർവിൻ പാക്ടിന്റെ ഭാഗമായിട്ടായിരുന്നു. ആൻഡ് ദെൻ നോക്കുവാണെങ്കിൽ ഗാന്ധി ഇർവിൻ പാക്ട് എന്നായിരുന്നു? 1931 5th മാർച്ച്. ഓക്കെ, 5th മാർച്ച് ഓഫ് 1931 ഇത് സൈൻ ചെയ്യുന്നത്. 5th മാർച്ച് ഓഫ് 1931 ആൻഡ് ഓൾസോ സാൾട്ട് മാർച്ച് 1930 12th മാർച്ചിനല്ലേ, 12th മാർച്ച് മുതൽ 6th ഏപ്രിൽ വരെയായിരുന്നു ദണ്ഡി മാർച്ച് നടന്നത്. 12th മാർച്ച് ടു 6th ഏപ്രിൽ വരെയായിരുന്നു ദണ്ഡി മാർച്ച് നടക്കുന്നത്. ആൻഡ് ഇത് എവിടെയൊക്കെയായിരുന്നു? ഫ്രം സബർമതി ആശ്രം ടു ദണ്ഡി വില്ലേജ്. എവിടെയാണ്? ദണ്ഡി വില്ലേജ് ഓഫ് ഗുജറാത്ത്. ഗുജറാത്തിലെ ദണ്ഡി വില്ലേജ്, സബർമതി ആശ്രം മുതൽ ദണ്ഡി വില്ലേജ് വരെയായിരുന്നു സാൾട്ട് മാർച്ച് നടന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കൺട്രോൾ പ്ലസ് വൈ ഈസ് യൂസ്ഡ് ഫോർ, നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. കൺട്രോൾ പ്ലസ് വൈ എന്തിനാണ്? റീഡു ചെയ്യാനും. കൺട്രോൾ പ്ലസ് ഇസഡ് എന്തിനാണ്? അൺഡു ചെയ്യാനുമാണ് അല്ലേ. കൺട്രോൾ പ്ലസ് വൈ വരുമ്പോൾ റീഡു ആൻഡ് കൺട്രോൾ പ്ലസ് ഇസഡ് അൺഡു ആണ്. ദെൻ കൺട്രോൾ പ്ലസ് എസ് നമുക്കറിയാം സേവ് ആണ്. അതുപോലെ സി എന്ന് പറയുമ്പോൾ കോപ്പി ആണ്. അതുപോലെ നമ്മൾ കുറച്ച് കാര്യങ്ങൾ നമ്മൾ ഡിസ്കസ് ചെയ്തു. ദെൻ വരുന്നത് എനിക്കൊന്ന് കൺട്രോൾ പ്ലസ് എൻ എന്താ? കൺട്രോൾ പ്ലസ് എൻ വരുമ്പോൾ ഇറ്റ്സ് ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ്. ഓപ്പൺ ന്യൂ ഡോക്യുമെന്റ് ഓപ്പൺ ചെയ്യാനായിട്ടാണ് എന്ത്? കൺട്രോൾ പ്ലസ് എൻ നമ്മൾ യൂസ് ചെയ്യുന്നത്. ടു ഓപ്പൺ എ ന്യൂ ഡോക്യുമെന്റ് ആണ്. അതുപോലെ തന്നെ കൺട്രോൾ പ്ലസ് എച്ച് വരുന്നുണ്ട്. കൺട്രോൾ പ്ലസ് എച്ച് എന്താണ്? കൺട്രോൾ പ്ലസ് എച്ച് വരുന്നത് ടു ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വേർഡ്സ്. ഇപ്പോൾ ഒരു ഡോക്യുമെന്റിലായാലും ഒരു വേർഡ് ഫൈൻഡ് ചെയ്യാൻ ഈസി ആയിട്ട് ടു ഫൈൻഡ് ആൻഡ് റീപ്ലേസ് വേർഡ്സ് വരുന്നത് ഏതിലാണ്? റീപ്ലേസ് വേർഡ്സ് വരുന്നത് കൺട്രോൾ പ്ലസ് എച്ചിൽ ആണ്. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ആനുവൽ കാർബൺ ബഡ്ജറ്റ് റിപ്പോർട്ട് ഈസ് സയന്റിഫിക്കലി പബ്ലിഷ് ബൈ വിച്ച് ഓർഗനൈസേഷൻ? കാർബൺ ബഡ്ജറ്റ് എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് ഡേറ്റ ഓൺ ഗ്ലോബൽ കാർബൺ ഡൈ ഓക്സൈഡ് എമിഷൻ. ഗ്ലോബലി കാർബൺ ഡൈ ഓക്സൈഡിന്റെ എമിഷന്റെ ഒരു ഡേറ്റാസ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് ഇത് കാർബൺ ബഡ്ജറ്റ് വരുന്നത്. ആൻഡ് ഈ റിപ്പോർട്ട് ഏത് ഓർഗനൈസേഷനാണ് പബ്ലിഷ് ചെയ്യുന്നത്? ഇറ്റ്സ് പബ്ലിഷ്ഡ് ബൈ ഗ്ലോബൽ കാർബൺ പ്രോജക്റ്റ്. GCP ആയിട്ടുള്ള ഗ്ലോബൽ കാർബൺ പ്രോജക്റ്റ് ആണ് ഇത് പബ്ലിഷ് ചെയ്യുന്നത്. ആൻഡ് ഓൾസോ ആസ് പെർ ദിസ് ബഡ്ജറ്റ്, കാർബൺ ബഡ്ജറ്റ് പ്രകാരം ഇന്ത്യ ഇസ് ദ തേർഡ് ലാർജസ്റ്റ്. ഓക്കെ, ഇന്ത്യ എത്രാമതാണ്? ഇന്ത്യ ഇസ് ദ തേർഡ് ലാർജസ്റ്റ് എമിറ്റർ ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ്. കാർബൺ ഡൈ ഓക്സൈഡിന്റെ തേർഡ് ലാർജസ്റ്റ് എമിറ്റർ എന്ന് പറയുന്നത് ഇന്ത്യയാണ്. ഫസ്റ്റ് വൺ വാസ് ചൈന, ഐ ഗസ്. യെസ്, ചൈനയാണ്. ദ ഫസ്റ്റ് ഈസ് ചൈന, ദെൻ US ആൻഡ് ഇന്ത്യ. ചൈന, US, അത് കഴിഞ്ഞിട്ടാണ് ഇന്ത്യ വരുന്നത്. ദ ലാർജസ്റ്റ് എമിറ്റേഴ്സ് ഓഫ് കാർബൺ ഡൈ ഓക്സൈഡ് ആണ് ഇവർ. ഓക്കെ, സോ ദ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഹൂ ബിൽഡ് ദ കുവാത്തുൽ ഇസ്ലാം മോസ്ക് ഇൻ ഡൽഹി? ഡൽഹിയിലുള്ള കുവാത്തുൽ ഇസ്ലാം മോസ്ക് ആരാണ് ബിൽഡ് ചെയ്തത്?
It was built by Qutbuddin Aibak. ആരാണ്? Qutbuddin Aibak ആണ്. And Qutbuddin Aibak is the founder of Delhi Sultanate അല്ലേ? Qutbuddin Aibak ആണ് ഡൽഹി സുൽത്താനേറ്റിന്റെ ഫൗണ്ടർ എന്ന് പറയുന്നത് Qutbuddin Aibak ആണ്. ആൻഡ് ഹി ഈസ് ഓൾസോ കോൾഡ് ആസ് ലഖ് ബക്ഷ്. ലഖ് ബക്ഷ് എന്ന് വിളിക്കുന്നത് ഏത് റൂളറിനെയാണ്? ലഖ് ബക്ഷ്. ഇറ്റ്സ് Qutbuddin Aibak. അതുപോലെ തന്നെ Qutbuddin Aibak ആണ് നമ്മുടെ കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്തത് Qutbuddin Aibak ആണ് കേട്ടോ. കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ സ്റ്റാർട്ട് ചെയ്യുന്നത് Qutbuddin Aibak. എന്നാൽ അത് കംപ്ലീറ്റ് ചെയ്യുന്നത്, അതിന്റെ വർക്ക് കംപ്ലീറ്റ് ചെയ്യുന്നത് ഇൽതുത്മിഷ് ആണ്. ആരാണ്? ഇൽതുത്മിഷ് റൂളറാണ് കുത്തബ് മിനാറിന്റെ കൺസ്ട്രക്ഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് ഡസ് ആർട്ടിക്കിൾ 39A ഓഫ് ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഡീൽ വിത്ത്? 39A കേൾക്കുമ്പോൾ തന്നെ നമുക്കറിയാം എന്താണ് വരുന്നത്, ഏതാണ്? DPSP ആണ് അല്ലെ. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി DPSP ആണ് വരുന്നത്. ആൻഡ് അതിൽ ആർട്ടിക്കിൾ 39A വരുന്നത് എന്താണെന്ന് ചോദിച്ചിരിക്കുന്നത്, ഇറ്റ്സ് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ്. നമ്മുടെ വീക്കർ സെക്ഷൻസ്, സൊസൈറ്റിയിലെ വീക്കർ സെക്ഷൻസ് ആയിട്ടുള്ള ആൾക്കാർക്ക് ഫ്രീ ആയിട്ടുള്ള ലീഗൽ എയ്ഡ് പ്രൊവൈഡ് ചെയ്യുക എന്നതാണ് ആർട്ടിക്കിൾ 39A വരുന്നത്. നമുക്ക് DPSP നോക്കുമ്പോൾ അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ, DPSP നമ്മൾ ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ് ബോറോ ചെയ്തത്? ഇറ്റ് വാസ് ബോറോഡ് ഫ്രം അയർലൻഡ് കോൺസ്റ്റിറ്റ്യൂഷൻ അല്ലേ. ആൻഡ് ഓൾസോ ഇതും ഏത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 1976 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് വഴി തന്നെയാണ് ഫ്രീ ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഫ്രീ ലീഗൽ എയ്ഡ് ആർട്ടിക്കിൾ 39A ആഡ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. വാട്ട് വാസ് ദ തീം ഓഫ് ദി 11th വേൾഡ് ഗ്രീൻ എക്കോണമി സമ്മിറ്റ്? 2025 നടന്ന വേൾഡ് ഗ്രീൻ എക്കോണമി സമ്മിറ്റിന്റെ തീമാണ് ചോദിച്ചിരിക്കുന്നത്. ആൻഡ് ഇറ്റ് വാസ് ഹെൽഡ് ഇൻ ദുബായ്. എവിടെയാണ് നടക്കുന്നത്? ദുബായിലായിരുന്നു. അതിന്റെ തീം എന്ന് പറയുന്നത് ഇന്നോവേറ്റിംഗ് ഫോർ ഇമ്പാക്ട് ആക്സിലറേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്രീൻ എക്കോണമി. ഇന്നോവേറ്റിംഗ് ഫോർ ഇമ്പാക്ട് ആക്സിലറേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്രീൻ എക്കോണമി എന്നതായിരുന്നു വേൾഡ് ഗ്രീൻ എക്കോണമി സമ്മിറ്റ് ഓഫ് 2025. അത് 11th സമ്മിറ്റ് ആയിരുന്നു. ദുബായിലാണ് നടക്കുന്നത്. അതിൻ്റെ തീമായിരുന്നു ഇന്നോവേറ്റിംഗ് ഫോർ ഇമ്പാക്ട് ആക്സിലറേറ്റിംഗ് ദ ഫ്യൂച്ചർ ഓഫ് ഗ്രീൻ എക്കോണമി. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ദി ഫേമസ് T-shaped pillars ഓഫ് ഗോബക്ലി ടേപ്പ്. ഗോബക്ലി ടേപ്പ് എന്ന് പറയുന്നത് ടർക്കിയിലുള്ള ഒരു ഓൾഡ് ടെമ്പിൾ ആണ് കേട്ടോ. ആക്ച്വലി വേൾഡിലെ തന്നെ ഏറ്റവും ഓൾഡസ്റ്റ് നോൺ ടെമ്പിൾ ആണ് ഇത് ഗോബക്ലി ടേപ്പി എന്ന് പറയുന്നത്. ടർക്കിയിലുള്ളതാണ്. ആൻഡ് അവിടുത്തെ ഫേമസ് ആയിട്ടുള്ള T-shaped pillars ആണ് വരുന്നത്. T-shaped pillars ആണ്. ഇത് ഏത് ഹിസ്റ്റോറിക്കൽ പീരീഡുമായിട്ടാണ്, ഏത് ഹിസ്റ്റോറിക്കൽ പീരീഡിൽ റിലേറ്റ് ചെയ്തിരിക്കുന്നു എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇറ്റ്സ് ഇൻ നിയോലിത്തിക് പീരീഡ്. നിയോലിത്തിക് പീരീഡിൽ സ്പെസിഫിക്കലി പറഞ്ഞാൽ പ്രീ പോട്ടറി നിയോലിത്തിക് ഏജ്, പോട്ടറിക്കും മുന്നുള്ള പ്രീ പോട്ടറി നിയോലിത്തിക് ഏജിലാണ്. ആൻഡ് ഓൾസോ ഇറ്റ്സ് എ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് കേട്ടോ. 2018 2000 ഈ അടുത്താണ്. അപ്പോൾ 2018 ഈ ഒരു ടെമ്പിൾ നമ്മൾ യുനെസ്കോ വേൾഡ് ഹെറിറ്റേജ് സൈറ്റ് ആയിട്ട് റെക്കഗ്നൈസ് ചെയ്യുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആർട്ടിക്കിൾ 51A ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ വാസ് ആഡഡ് ബൈ വിച്ച് കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ്? ആർട്ടിക്കിൾ 51A പറയുമ്പോൾ തന്നെ നമുക്കറിയാം ഏതാണത്? ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് അല്ലേ. ആർട്ടിക്കിൾ 51A വരുന്നത് പാർട്ട് 4A ഓഫ് ദി കോൺസ്റ്റിറ്റ്യൂഷനിൽ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ്. ആൻഡ് അത് 42nd കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ഓഫ് 1976 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് നമ്മൾ ആഡ് ചെയ്യുന്നത്. അത് ഫ്രം ഏത് കോൺസ്റ്റിറ്റ്യൂഷൻ ആണ്? USSR കോൺസ്റ്റിറ്റ്യൂഷൻ. USSRന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് നമ്മൾ ഫണ്ടമെന്റൽ ഡ്യൂട്ടീസിന്റെ ഇൻസ്പിറേഷൻ എടുത്തിരിക്കുന്നത്. നമുക്ക് ഇനിഷ്യലി, അതായത് നമുക്ക് ഈ ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ആക്ട് നടക്കുമ്പോൾ ഇനിഷ്യലി നമുക്ക് 10 ഫണ്ടമെന്റൽ ഡ്യൂട്ടീസ് ആണ് ഉണ്ടായിരുന്നത്. അതിൽ ഇപ്പം നമുക്ക് കറന്റ് 11 ഉണ്ട്. അതിൽ ഒരെണ്ണം നമ്മൾ ആഡ് ചെയ്യുന്നത് 86th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻമെന്റ് ആക്ട് ഓഫ് 2002 വഴിയാണ്. 11th അല്ലെങ്കിൽ ഫൈനൽ ഇപ്പോൾ ആസ് ഓഫ് നൗ ദ ലാസ്റ്റ് ഫണ്ടമെന്റൽ ഡ്യൂട്ടി ആഡ് ചെയ്തേക്കുന്നത് 86th അമെൻമെന്റ് ഓഫ് 2002 ആണ്. ആൻഡ് ഈ ഒരു 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ ആഡ് ചെയ്യുന്നത് ഏതാണ്? 6 to 14 years ഓഫ് ഏജ് വരെയുള്ള ചിൽഡ്രന് എഡ്യൂക്കേഷൻ, അവരുടെ പാരൻസിനോട് എഡ്യൂക്കേഷൻ കൊടുക്കാനായിട്ട് പാരൻസിനോട് റിക്വയർ ചെയ്യുന്നതാണ് 11th ഫണ്ടമെന്റൽ ഡ്യൂട്ടിയിൽ വരുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. കിതാബുൽ ഹിന്ദ് വാസ് റിട്ടൺ ബൈ വിച്ച് റിനൗണ്ട് സ്കോളർ? കിതാബുൽ ഹിന്ദ് നമ്മൾ എപ്പോഴും കേൾക്കുന്നതല്ല, അൽബിറൂണിയാണ് ഏത്?
കിതാബുൽ ഹിന്ദ് എഴുതുന്ന ആരാണ്? അൽ ബിറൂണിയാണ്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ആഫ്റ്റർ വിച്ച് വയലന്റ് ഇൻസിഡന്റ് ഡിഡ് മഹാത്മാഗാന്ധി വിത്ഡ്രൂ ദ നോൺ കോപ്പറേഷൻ മൂവ്മെന്റ്? ഓക്കെ, നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മഹാത്മാഗാന്ധി വിഡ്രൂ ചെയ്യുന്നത് ഏത് ഇൻസിഡന്റിന് ശേഷമായിരുന്നു? ചൗരി ചൗര ഇൻസിഡന്റ്. നമ്മുടെ ഉത്തർപ്രദേശിൽ നടന്ന ചൗരി ചൗര ഇൻസിഡന്റ് ഓഫ് 1922 ഇത് അതായത് ചൗരി ചൗര എന്നൊരു വില്ലേജില് ഒരു പോലീസ് സ്റ്റേഷന് പ്രൊട്ടസ്റ്റേഴ്സ് തീയിടുകയുണ്ടായി. അങ്ങനെ 22 പോലീസ്മെൻ 22 പോലീസുകാരും മരണപ്പെടുകയുണ്ടായി. അപ്പൊ ഈ ഒരു ഇൻസിഡന്റിന് ശേഷമാണ് നോൺ കോപ്പറേഷൻ മൂവ്മെന്റ് മഹാത്മാഗാന്ധി വിഡ്രോ ചെയ്യുന്നത്. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. ഫറാക്ക ടെർമിനൽ ഈസ് എ പാർട്ട് ഓഫ് വിച്ച് നാഷണൽ വാട്ടർവേ? ഏത് നാഷണൽ വാട്ടർവേ, ഇന്ത്യയിലെ ഏത് നാഷണൽ വാട്ടർവേയുടെ പാർട്ടാണ് ഈ ഫറാക്ക ടെർമിനൽ? ഇറ്റ്സ് പാർട്ട് ഓഫ് നാഷണൽ വാട്ടർവേ 1. നാഷണൽ വാട്ടർവേ 1 ആണ്. ഗംഗ ഭഗീരഥി ഹൂഗ്ലി റിവേഴ്സിന്റെ ഒരു വാട്ടർവേ ആണ് ഇത്. ഗംഗ ഭഗീരഥി ഹൂഗ്ലി റിവേഴ്സ് ആണ് നാഷണൽ വാട്ടർവേ 1ൽ വരുന്നത്. ഗംഗ ഭഗീരഥി ഹൂഗ്ലി റിവേഴ്സ് ആണ്. ആൻഡ് ഇതിന്റെ ഒരു പാർട്ടാണ് ഇത് ഫറാക്ക ടെർമിനൽ എന്ന് പറയുന്നത്. ഓക്കെ, സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിയേ. നെക്സ്റ്റ് ആൻഡ് ദ ലാസ്റ്റ് ക്വസ്റ്റ്യൻ ആണ്. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് വിച്ച് ഇന്ത്യൻ സിറ്റി ഹോസ്റ്റഡ് ദ നാഷണൽ ഗെയിംസ് ഫോർ ദി ഫസ്റ്റ് ടൈം? ഇൻഡിപെൻഡൻസിന് ശേഷം ഏത് ഇന്ത്യൻ സിറ്റിയിലായിരുന്നു ഫസ്റ്റ് ടൈം നമുക്ക് നാഷണൽ ഗെയിംസ് നടക്കുന്നത്? ഇറ്റ് വാസ് ഇൻ ലക്നൗ. ഇൻഡിപെൻഡൻസ് 1947 ആൻഡ് 48 ഈ ഒരു നാഷണൽ ഗെയിംസ് നടക്കുന്നത്. അതെവിടെയായിരുന്നു? ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. ഏത് സിറ്റിയിലാണ്? ലക്നൌവിൽ വെച്ചിട്ടായിരുന്നു. ആൻഡ് നമുക്ക് ഇപ്പോ കഴിഞ്ഞ നമ്മുടെ 2025 നാഷണൽ ഗെയിംസ് നടന്നത് എവിടെയാണ്? എവിടെയാണ്? ഉത്തരാഖണ്ഡ്. 2025 നാഷണൽ ഗെയിംസ് നടന്നത്. ആൻഡ് 2027 വരുന്ന നെക്സ്റ്റ് നാഷണൽ ഗെയിംസ് നടക്കാനായിട്ട് നമ്മൾ ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത് എവിടെയാ? മേഘാലയയിലാണ് നമ്മുടെ 2027 നാഷണൽ ഗെയിംസ് ഷെഡ്യൂൾ ചെയ്തിരിക്കുന്നത്.